കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ച ഭാരതീയ ജനതാ പാർട്ടി എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു എന്ന മട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറ, ഞാൻ കേൾക്കട്ടെ. എന്താണ് ബിജെപി ചെയ്തത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ, ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ, ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ലീഗിൻ്റെയോ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അനുമതി വേണോ? നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ് അനുമതി? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഭാരതീയ ജനതാ പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക? ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ഒരാളുടെയും അനുമതി വേണ്ട. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭീതി ഉണ്ടാക്കുന്നത്? എന്തിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ളവർക്ക് ഭയം? എന്താണ്? ഞങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് സംവദിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ഇത്രകാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ആശങ്കയല്ലേ ഇതിന് പിന്നിൽ? അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട രണ്ടത്താണി, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ജനാധിപത്യത്തിൽ ആരും തമ്മിൽ സംവാദം വേണ്ടി? ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ രൂപം കൊള്ളുന്നതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന RSS ഉണ്ടാകുന്നതിന് മുൻപും ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നല്ല. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് പുതിയ ചിന്ത, പുതിയ ആദർശമായ, പുതിയ എന്താണ് പറഞ്ഞ ആർജവത്തോടു കൂടി നമ്മൾക്ക് മുൻപോട്ട് പോവുക എന്നതല്ലേ കാലം ആവശ്യപ്പെടുന്നത്? അതോ എല്ലാ കാലവും ഭാരതത്തിലെ ജനങ്ങൾ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും വിഘടിച്ചു നിൽക്കണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നു. BJP-യും ഇതര വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദം തഴച്ചു വളരട്ടെ. നിങ്ങൾക്ക് കോൺഗ്രസുമായി തഴച്ചു വളരട്ടെ, CPM-മായി തഴച്ചു വളരട്ടെ. ആരുമായും സൗഹൃദം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. നാളെ പാകിസ്ഥാനുമായി ഇന്ത്യ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ പോയാൽ നിങ്ങൾ വേണ്ട എന്ന് പറയുമോ? നാളെ ചൈനയുമായി ഭാരതം സൗഹൃദം പുനഃസ്ഥാപിക്കാൻ പോയാൽ നിങ്ങൾ വേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അങ്ങനെ ഈ ലോകത്ത് പലവിധ സ്പർദ്ധകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ മറികടന്നുകൊണ്ടാണ് മാനവരാശി മുൻപോട്ടേക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഈ ആശങ്ക? ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ റംസാൻ ദിനങ്ങളിൽ ആയുധവുമായിട്ട് BJP-ക്കാര് നിങ്ങളുടെ തലയടിച്ച് പൊളിക്കാനല്ലല്ലോ വരുന്നത്. സംവാദത്തിനും സ്നേഹ സന്ദർശനത്തിനും അല്ലേ വരുന്നത്. സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനല്ലേ വരുന്നത്. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്നതല്ലേ കരണീയമായിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആശങ്കകളുണ്ട്, നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കൂ. നിങ്ങളെ ഈ വരുന്ന BJP-ക്കാരെ പറ്റി ഞങ്ങൾക്ക് ഇന്ന പരാതികളുണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളോട് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയല്ല ജനാധിപത്യം പുഷ്ടിപ്പെടുക. ഒരു സംശയം, ശ്രീ സന്ദീപ് വാചസ്പതി, താങ്കൾ ആ ആശയം വ്യക്തമാക്കിയതുകൊണ്ട് ഒരു സംശയത്തിന് താങ്കൾ മറുപടി നൽകണം. അങ്ങനെയല്ലേ എന്ന് താങ്കൾ ചോദിച്ചു. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ശ്രീ സന്ദീപ് വാചസ്പതി? ഇതുവരെ BJP എവിടെയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ഈ അകൽച്ച അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു, സൗഹൃദം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ആദ്യമായാണല്ലോ ഈദ് മുബാറക്ക് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇതുവരെ എന്തുകൊണ്ട് നിങ്ങൾ അത് പോയില്ല? ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായി അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തായിരുന്നു ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പോകും ഷാനി. അത് ചോദിക്കാൻ നിങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ ചോദിക്കും ശ്രീ സന്ദീപ് വാചസ്പതി. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ ചോദിക്കും. കാപട്യം ചോദ്യം ചെയ്യും, ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യും. ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒറ്റ കാര്യം കൂടി. ഇന്നലെ താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം വിഭാഗവുമായുള്ള അകൽച്ച കുറയ്ക്കാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി തുടക്കമിട്ടത്. എങ്ങനെയാണ് അകൽച്ച ഉണ്ടായത്? അകൽച്ച ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇന്നലെ പറഞ്ഞത് മുസ്ലിം വിഭാഗവുമായുള്ള അകൽച്ച അവസാനിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങും. ആ അകൽച്ച എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. അപ്പോ ഷാനി പറഞ്ഞല്ലോ ഇന്നലെ വരെ ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൂടെ പറയും. ഷാനിക്കാണല്ലോ ആശങ്ക. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്നലെ വരെ ഞങ്ങൾ എന്തു ചെയ്തു എന്നും ഇന്ന് എന്ത് ചെയ്യുന്നു എന്നും നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഷാനി. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഗോവ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ. അവിടെ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് അനുഗുണമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന് തടസ്സമാകാത്തത് എന്താണെന്ന് അറിയാമോ? 2 മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഇല്ല എന്നതുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്നത്.
ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. നിങ്ങൾ ഇന്നലെ വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ BJP എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയ പാർട്ടി, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പാർട്ടി, ഹിന്ദു പാർട്ടി എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഷാനി അടക്കമുള്ളവർ വിളിച്ചു പോവുകയല്ലേ ഇരുന്നിട്ട്? എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ജാതി മതം അടിസ്ഥാനത്തിൽ ഇരിഞ്ഞിട്ടെണ്ണുന്ന നടപടി എന്ന് മുതലാ മാധ്യമങ്ങൾ തുടങ്ങിയത്. ഷാനി, അതിനൊന്ന് മറുപടി പറ. ഞങ്ങളുടെ ടീമിനോടെങ്ങാനും ഉടക്കം വന്നാലുണ്ടല്ലോ. ഷാനിക്ക് നെഞ്ചത്ത് കൈവച്ചോട്ട് പറയാൻ പറ്റുമോ? മനോരമ ന്യൂസ് ചാനൽ ഇന്നേ വരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല എന്ന്? അതൊന്നും എനിക്കറിയാൻ മേല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.